ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 69. രാസക്രീഡ. ശ്ലോകം 1-2. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിരം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 1. കേശപാശധൃത പിഞ്ചികാവിദതി സഞ്ചലൻ മകരകുണ്ടലം ഹാരജാലവനമാലികാ ലളിത അംഗരാഗകന സൗരഭം പീതചേലധൃത കാഞ്ചി കാഞ്ചിതം ഉദഞ്ചനംശുമണിനൂപുരം രാസകേളി പരിഭൂഷിതം തവ ഗിരൂപമീശ കലയാമഹേ. അന്വയം. അർത്ഥം: ഈശ സർവശക്തനായ കൃഷ്ണ കേശപാശധൃത പിഞ്ചിക വിദതി തലമുടിയിൽ ധരിക്കപ്പെട്ടിരിക്കുന്ന മയിൽപ്പീലി കൊണ്ട് ശോഭ വരുന്നതും ചഞ്ചലൻ മകരകുണ്ടലം ഇളകുന്ന മകരകുണ്ടലത്തോടു കൂടിയതും ഹാരജാലവന മാലികാ ലളിതം മാല സമൂഹം കൊണ്ട് വനമാല കൊണ്ടും ശോഭിക്കുന്നവനും അങ്കരാഗ ഘന സൗരഭം ശരീരത്തിൽ പൂശിയിരിക്കുന്ന കുറിക്കൂട്ട് നിറഞ്ഞ സുഗന്ധത്തോടു കൂടിയതും പീതചേല ധൃത കാഞ്ചികാഞ്ചിതം മഞ്ഞപ്പട്ടു ചുറ്റി അതിനു ഉപരി അണിഞ്ഞിരിക്കുന്ന അരഞ്ഞാൺ കൊണ്ടു മനോഹരവും ഉദഞ്ചദംശുമണി നൂപുരം മുകളിലേക്ക് ഉയരുന്ന രത്ന നൂപുരത്തോടു കൂടിയതും രാസകേളി പരിഭൂഷിതം രാസകേളിക്ക് അലങ്കരിക്കപ്പെട്ടതുമായ തവ അങ്ങയുടെ രൂപത്തെ കലയാമഹേഹി ഞാൻ ധ്യാനിക്കുന്നു. ഹരിവു. സാരം: തലയിൽ മയിൽപ്പീലിയുടെ പ്രകാശത്തോടു കൂടിയതും കാതിൽ ചലിക്കുന്ന കുണ്ടലങ്ങളോടു കൂടിയതും മാലകളും വനമാലയും അണിഞ്ഞതും ചന്ദനം തുടങ്ങി കുറിക്കൂട്ടുകളുടെ മണമുള്ളതും മഞ്ഞപ്പട്ടും മുകളിൽ കാഞ്ചിയും കാലിൽ നൂപുരമണിഞ്ഞതുമായ ഭഗവാന്റെ മനോഹര രൂപം ഞാൻ ധ്യാനിക്കുന്നു. ഹരിവു. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 2. താപദേവ കൃതമണ്ഡനേ കരിത കഞ്ചുളീക കുജമണ്ഡലേ ഗണ്ഡലോലമണികുണ്ടലേ യുവതി മണ്ഡലേ അരപരിമണ്ഡലേ അന്തരം സകല സുന്ദരീയുകുളമിന്ദിരാരമണ സഞ്ചരൻ മഞ്ജുളം തദനു രാസകേളിമയി കഞ്ചനാപസമുപാദതാം. അന്വയം. അർത്ഥം: താപം ഏവ ആ സമയത്ത് തന്നെ കലിത കഞ്ചുളീക കുജമണ്ഡലേ കഞ്ചുകം ധരിച്ച കുജങ്ങളോട് കൂടിയതും ഗണ്ഡലോല മണികുണ്ടലേ കവിളിൽ മുട്ടി ശോഭിക്കുന്ന രത്നകുണ്ടലങ്ങളോട് കൂടിയതും കൃതമണ്ഡനെ അലങ്കരിക്കപ്പെട്ടതും പരിമണ്ഡലേ വൃത്തിയായി സ്ഥിതി ചെയ്യുന്നതുമായ യുവതി മണ്ഡലേ ഗോപികാ സമൂഹത്തിൽ ഇന്ദിരാരമണ ലക്ഷ്മി വല്ലഭ കഞ്ചനാഭ താമരക്കണ്ണനായ കൃഷ്ണ സകല സുന്ദരീയുഗളം മുഴുവൻ ഗോപീ സുന്ദരിമാരുടെയും അന്തരം ഇടയിൽ സഞ്ചരിക്കുന്നവനായിട്ട് തദനു പിന്നീട് മഞ്ജുളാം മനോഹരമായ രാസലീല സമുപാദത അങ്ങു നടത്തി. ഹരിവു. സാരം: ഭഗവാൻ രാസക്രീഡയ്ക്ക് ചേർന്ന വേഷമെടുത്തപ്പോൾ ഗോപവനിതകൾ മാറിൽ റൗക്കയും കാതിൽ രത്ന കർണാഭരണങ്ങളും ധരിച്ച് ഭഗവാനെ ചുറ്റി ഒരു വൃത്തം ചമച്ചു. അതിൻ്റെ മധ്യത്തിൽ ഓടക്കൂടിൽ ഊരിയും ഈ 2 ഗോപികമാരുടെ മധ്യത്തിൽ ഓരോ കൃഷ്ണനുമായി രാസകേളി നടത്തി. ഹരിവു.